എറണാകുളം ജില്ലയിലെ കോതമംഗലത്ത് നിന്ന് 19 കിലോമീറ്റർ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ കാടിനുള്ളൊരു ഗ്രാമമുണ്ട്. ആ ഗ്രാമത്തിൻ്റെ പേരാണ് വടാട്ടുപാറ. കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്തിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഭൂത്താൻകെട്ട് ഡാമിൻ്റെ അടുത്താണ്. ഭൂത്താൻകെട്ട് ഡാം ക്രോസ് ചെയ്താൽ മാത്രമാണ് വടാട്ടുപാറ ഗ്രാമത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഫസ്റ്റ് ഭൂത്താൻകെട്ടിൽ നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റുമെന്ന് നോക്കാം. ഞാൻ ആദ്യം പോകുന്നത് ബോട്ട് സർവീസിലേക്കാണ്. രാവിലെ തന്നെ ആയതുകൊണ്ട് ബോട്ടിങ് തുടങ്ങിയിട്ടില്ല. എന്തായാലും നമുക്കിവിടെ ഒന്ന് ചുറ്റി കാണാം. തൊട്ടടുത്ത ബണ്ടിലേക്ക് പോകുന്ന ചെറിയൊരു വഴിയാണ്. വണ്ടികളൊന്നും പോവില്ല, നടന്നു പോകാനേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ വേറൊരു വൈബാണ്. വലത് സൈഡിലും ഇടത് സൈഡിലും വെള്ളം കെട്ടിക്കിടക്കുന്നു. ഇറങ്ങി നിന്ന് ഫോട്ടോ എടുക്കാനും ആസ്വദിക്കാനൊക്കെ വേണ്ടി മരം കൊണ്ട് ഒരു തട്ടുണ്ടാക്കി വെച്ചേക്കാണ്. ബോട്ടിങ്ങിന് ഒരാൾക്ക് വരുന്ന ചാർജ് 250 രൂപ വെച്ചാണ്. അപ്പോൾ 1 മണിക്കൂർ നമുക്ക് അതിനകത്ത് യാത്ര ചെയ്യാൻ പറ്റും. തൊട്ടടുത്ത് തന്നെ ഭൂത്താൻകെട്ട് ഡാമിൻ്റെ ബാക്ക് സൈഡ് കാണാൻ പറ്റുന്ന ഒരു ഇടമുണ്ട്. അപ്പോൾ അങ്ങോട്ടുള്ള റോഡാണ്. അപ്പോൾ പോകുന്ന വഴി കണ്ട ഒരു വലിയൊരു വൃക്ഷമാണിത്. അതിൻ്റെ അകത്തേക്ക് വരെ വണ്ടി കയറി പോകും. അത്രയ്ക്കും വലിയ വേരുകളാൽ ചുറ്റപ്പെട്ട ഒരു വൃക്ഷം. അങ്ങനെ ഞാൻ ഡാമിൻ്റെ ബാക്ക് സൈഡിലേക്ക് എത്തി. ഡാം കാണാൻ നല്ല രസമുണ്ടാകുന്നു കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് വെള്ളം ഇങ്ങനെ പൊങ്ങി നിൽക്കുകയാണ്. അപ്പോൾ ഡാം കാണാൻ നല്ല രസമുണ്ടാകും. തൊട്ടടുത്ത് തന്നെയായിട്ട് ഷട്ടർ ഉണ്ട്, വലിയ ഷട്ടർ. അപ്പോൾ ഈ ബോട്ട് സർവീസിൻ്റെ അങ്ങോട്ടുള്ള വെള്ളമൊക്കെ ആ ഷട്ടറിൽ കൂടെയാണ് പോകുന്നത്. അവിടുന്ന് ജസ്റ്റ് നടന്ന് ഇനി സ്റ്റെപ്പ് ഉണ്ട്. ആ സ്റ്റെപ്പിൽ നിന്ന് ഇറങ്ങി ചെന്ന് കഴിയുമ്പോൾ കുറച്ച് വെള്ളമൊക്കെ കിടക്കണതാണ്. മീനൊക്കെ പിടിക്കുന്ന വെള്ളമാണ്. അവിടുന്ന് നോക്കുമ്പോൾ ഒരു വ്യൂ അത് അടിപൊളിയാണ്. ദൂരെ നമുക്ക് മല കാണാം. മലയുടെ സൈഡിലായിട്ട് കോടമഞ്ഞൊക്കെ കയറി നിൽക്കുന്നുണ്ട്. അവിടെ നല്ല ഹൈറ്റിലൊരു കെട്ടിടമുണ്ട്. ആ കെട്ടിടത്തിൻ്റെ മുകളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 360 ഡിഗ്രി നമുക്ക് ഫുള്ളായിട്ട് കാണാൻ പറ്റും. അവിടെ എന്തായാലും ക്ലോസ് ചെയ്തിട്ടാണ് കാരണം എനിക്ക് കയറാൻ പറ്റിയില്ല. ഇവിടെ ഇപ്പോൾ ഇത്ര സംഭവങ്ങളൊക്കെ കാണാനുള്ളൂ. ഇപ്പം ഇവിടെ നിന്ന് നമ്മൾ ഇനി പാലത്തിലേക്ക് പോകണം. പാലം കഴിഞ്ഞ് കഴിയുമ്പോഴാണ് കാട് സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെ നമ്മൾ ഭൂത്താൻകെട്ട് പുതിയ പാലത്തിലേക്ക് എത്തണം കേട്ടോ. പാലം നല്ല വിശാലമായിട്ട് ഇങ്ങനെ കിടക്കണം. പാലത്തിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ഭൂത്താൻകെട്ട് കാണാൻ പറ്റും. ഇപ്പോഴാണെങ്കിൽ 3 ഷട്ടറേ തുറന്നിട്ടുള്ളൂ. മഴക്കാലമൊക്കെ ആയി കഴിയുമ്പോൾ ഫുള്ള് ഷട്ടറൊക്കെ തുറന്നിട്ട് വെള്ളം പുറത്തേക്ക് അടിച്ചു പോകുന്നതിന് കാണാൻ നല്ല രസമായിരിക്കും കേട്ടോ. അവിടുന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മനുഷ്യന്മാർക്കും അല്ല ഭൂതത്താന്മാർക്കും ഡാം കെട്ടാമെന്ന് വിശ്വസിക്കുന്ന പഴയ ഭൂതത്താൻ നമുക്ക് അതിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ കാണാം കേട്ടോ. അവിടെയും കയറാതെ നേരെ മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ കാട്ടിലേക്ക് നമുക്ക് കയറാം. റൈറ്റ് സൈഡിലായിട്ട് നമുക്കൊരു ചെക്ക് പോസ്റ്റ് കാണാൻ പറ്റും. ഈ ചെക്ക് പോസ്റ്റിൽ പ്രത്യേകിച്ച് ചെക്കിങ് കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല. നേരെ നമുക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ കാടിൻ്റെ ഉള്ളിലെ നല്ലൊരു വൈബ് നമുക്ക് ആസ്വദിക്കാം. കാട്ടിലൂടെ റൈഡ് ചെയ്യണത് ഒരു പ്രത്യേക ഭംഗിയാണ്. ചെറിയ മഴയൊക്കെ പെയ്ത് കിടക്കുന്ന കാരണം നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു വൈബിലൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറച്ച് ദൂരം യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോൾ കാടിൻ്റെ സ്ട്രക്ചർ മൊത്തത്തിൽ മാറിയിട്ടോ. വേറൊരു വനത്തിലേക്ക് കയറിയ പോലെ നമുക്ക് തോന്നി. അതേപോലെ തന്നെ ഇടത് സൈഡിലായിട്ട് ഫോറസ്റ്റിൻ്റെ ബോർഡ് വെച്ചിട്ടുണ്ട്. ആനയുണ്ട് സൂക്ഷിക്കുക, വന്യമൃഗങ്ങളുണ്ട് സൂക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞ് പല ബോർഡുകളും നമുക്ക് കാണാൻ പറ്റി. കേരളത്തിലെ മിക്ക വനങ്ങളിലും ആനകളുണ്ട്. അതേപോലെ തന്നെ ഇവിടെയും ആനകളുണ്ട്. അതേപോലെ തന്നെ മറ്റ് മൃഗങ്ങളെയും കാണാനുള്ള ചാൻസ് ഉണ്ട്. ഈ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്ന ഈ റോഡില്ലേ, ഇത് മലയാറ്റൂർക്ക് പോകുന്ന റോഡാണ്. എന്തായാലും ഫോറസ്റ്റുകാർ ഇപ്പോൾ കടത്തിവിടുന്നില്ല. കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ 2 വഴിയായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ ഇടമലയാർ ഡാമിലേക്കും വലത്തോട്ട് വടാട്ടുപാറയ്ക്കാണ് പോകുന്നത്. ഇടമലയാർ റോഡിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. ഫോറസ്റ്റുകാർ ഇടയ്ക്ക് ക്ലോസ് ചെയ്യുന്നുണ്ട് റോഡ്. അപ്പോൾ നമുക്ക് റൈറ്റ് വലത്തോട്ട് തിരിഞ്ഞ് നമുക്ക് വടാട്ടുപാറയ്ക്ക്. പണ്ട് ഞാൻ കുറേ വർഷങ്ങൾക്ക് മുന്നേ ഇടമലയാർ ഡാമിൽ പോയിട്ടുണ്ട്. അന്നൊക്കെ ആ റോട്ടിലേക്ക് പോകാൻ നല്ല രസം ഉണ്ടായിരുന്നു. ഒരു നാരോ റോഡാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു വൈബ് വേറെ വ്യത്യാസം ഉണ്ടാകും കേട്ടോ. ഇപ്പം അങ്ങോട്ടൊന്നും ഫോറസ്റ്റുകാർ കടത്തിവിടുന്നില്ല. അങ്ങനെ നമ്മൾ വടാട്ടുപാറ ഗ്രാമത്തിലേക്ക് എത്തിയേക്കാണ് കേട്ടോ. ഇവിടെ അത്യാവശ്യം നല്ല വികസനമുള്ള സ്ഥലമാണ്. അത്യാവശ്യം സ്കൂള് കാര്യങ്ങൾ എല്ലാ സംഭവം ഉണ്ട് കേട്ടോ. അവിടെ ഇഷ്ടംപോലെ ബസ്സുകൾ ഓടുന്ന ഒരു റോഡാണ്. പ്രൈവറ്റ് ആണെങ്കിലും KSRTC ആണ്. അപ്പം തന്നെ മനസ്സിലാക്കാൻ പറ്റും അതിന് മാത്രം ജനങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ട്. കാട്ടിലൂടെ കുറേ ദൂരം വണ്ടി ഓടിച്ച് നമ്മൾ എത്തുന്നത് ജനവാസ കേന്ദ്രത്തിലേക്കാണ്. അപ്പോൾ അവിടെ കുറേ സ്ഥലപ്പേരുകളുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂട്ടി നമ്മൾ പറയുന്നൊരു പേരാണ് വടാട്ടുപാറ. ബസ്സുകളൊക്കെ ലാസ്റ്റ് നിർത്തുന്നത് പലവൻപടി എന്ന് പറഞ്ഞൊരു സ്റ്റോപ്പിലാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെയും കാട് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് കാട്ടിലൂടെ കേട്ടോ. നമ്മളിപ്പോൾ പോകുന്നത് ചെറിയ വഴികൂടെയാണ്. അപ്പോൾ റൈറ്റ് സൈഡിലായിട്ടൊരു പമ്പ് ഹൗസ്, അതിൻ്റെ താഴത്തായിട്ട് ചെറിയൊരു പുഴയൊക്കെ കാണാൻ പറ്റും. നമുക്ക് അങ്ങോട്ട് പോവാം. ഇവിടത്തേക്ക് ഇറങ്ങി ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവിടെ പാലം പണിയാണ് കാരണം മൊത്തം ചെളി പിടിച്ച് ക്ലോസ് ആയിട്ട് എടുക്കുകയാണ്. എന്തായാലും നമുക്ക് അപ്പുറത്തേക്ക് പോകാൻ പറ്റും ബൈക്ക് ആയതുകൊണ്ട്. എന്തായാലും നമ്മൾ അങ്ങോട്ട് പോകുന്നുണ്ട്. നമ്മൾ വരുന്ന വഴി റൈറ്റ് സൈഡിലായിട്ടൊരു പമ്പ് ഹൗസും പുഴയൊക്കെ കണ്ടില്ലായിരുന്നു. ആ പുഴയിലേക്ക് പോകുന്ന വഴി കേട്ടോ. അത് ചെറിയ നാരോ ആയിട്ടുള്ള വഴിയാണ്. പക്ഷേ കുറേ അപകടങ്ങളൊക്കെ ആളുകളൊക്കെ വന്ന് കുളിക്കുമ്പോഴൊക്കെ അപകടങ്ങളൊക്കെ സംഭവിച്ചിട്ടുള്ള വഴിയാണ്. അതുകൊണ്ട് ഫോറസ്റ്റുകാർ ഫുള്ളായിട്ട് ബ്ലോക്കൊക്കെ ചെയ്തിട്ടുണ്ട്. വണ്ടികളൊക്കെ അങ്ങോട്ടൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. വൈകിട്ടായി കഴിഞ്ഞാൽ ഇവിടെ നിൽക്കുന്നത് അത്ര സേഫ്റ്റി ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. ഇത് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ റൈറ്റ് സൈഡിലായിട്ടൊരു മരത്തിൻ്റെ കുറ്റി ഉണ്ടല്ലോ, അതൊരു വലിയൊരു മരമായിരുന്നു. ആ മരം മറിഞ്ഞടി, അത് പണ്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അതേപോലെ തന്നെ നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ ഫുള്ളായിട്ട് ഫെൻസിങ് പോലെ കിട്ടിയിട്ടുണ്ട്. അവിടെ നിന്ന് കാടിൻ്റെ സൈഡിലൂടെ മുകളിലേക്ക് കുറച്ച് ദൂരം നമുക്ക് നടക്കാം. അപ്പോൾ പുഴയുടെ സൈഡിലായതുകൊണ്ട്
കുളിക്കാനുള്ള നല്ല നല്ല ഏരിയകളുണ്ട് ഇവിടെ. ഇടമലയാർ ഡാമിൽ നിന്ന് വരുന്ന വെള്ളമാണ്. വെള്ളത്തിന് എപ്പോൾ വേണമെങ്കിലും ഏറ്റക്കുറച്ചിലുകളൊക്കെ സംഭവിക്കാം. നമ്മൾ സെൻറ്ററിലേക്ക് മാറിയൊക്കെ കുളിക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് വെള്ളം വന്ന് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെയൊക്കെയാണ് പലരും അപകടത്തിൽപ്പെടുന്നത്. അതേപോലെ തന്നെ നല്ല ആഴമുള്ള കുഴികളുണ്ട് ഇവിടെ. അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നേരെ നമ്മൾ റിട്ടേൺ വന്നു. നേരെ ആ ചെറിയ വഴി തന്നെ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ഇടമലയാർ ഡാമിൻ്റെ ഫ്രണ്ടിലേക്ക് എത്തും കേട്ടോ. പക്ഷേ നമുക്ക് ഉള്ളിലേക്ക് കയറാനുള്ള അനുമതിയില്ല. അവിടെ നിന്ന് നമ്മൾ വണ്ടി എന്തായാലും തിരിക്കേണ്ടി വരും. നമ്മളങ്ങനെ റിട്ടേൺ ആ റൂട്ടിൽ തന്നെ റിട്ടേൺ വന്നു. അവിടെ നിന്ന് നമുക്ക് ആ കവലക്കേന്ന് റൈറ്റ് കയറി കഴിഞ്ഞാൽ നേരെ ചക്കിമേട് ആ ഇടമലയാർ റോട്ടിലേക്ക് പോയി ചാടാം. ആ റൂട്ടിൽ പോകുമ്പോൾ കുറച്ച് ചെല്ലുമ്പോഴത്തേക്കും ചെറിയ കാടുകളൊക്കെ പിന്നെ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. ചെറിയ വഴിയാണ്, അപ്പോൾ കാണാനൊക്കെ നല്ല ഭംഗിയാട്ടോ. അപ്പോൾ ആ വഴി നേരെ പോകുന്നത് ചക്കിമേട്ടിലേക്കാണ്. ചക്കിമേട് എത്തിക്കഴിഞ്ഞാൽ ചെറിയൊരു വാട്ടർഫോൾസ് ഉണ്ട്. പിള്ളേർക്കൊക്കെ ഇറങ്ങി കുളിക്കാൻ പറ്റുന്ന ചെറിയൊരു സ്ഥലം. പിന്നെ അവിടെ നിന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വലത്തോട്ട് പോയി കഴിഞ്ഞാൽ ഇടമലയാർ ഡാമിലേക്ക് പിന്നെയും പോയി ചാടാൻ പറ്റും. പിന്നെ ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ വന്ന ആ റോട്ടിൽ തന്നെ പോയി ചാടും കേട്ടോ. തിരിച്ചു പോണ വഴി റോഡ് ക്ലോസ് ചെയ്തിട്ട് ഒരു മൈൽ ചാടി പോകണുണ്ട് കേട്ടോ. എന്തായാലും അതിന് മാത്രമാണ് എനിക്ക് കാണാൻ പറ്റിയത്. പിന്നെയും ആ റോട്ടിലൂടെ പോയി കഴിഞ്ഞാൽ കാടൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഈ റോഡ് വന്നു കഴിഞ്ഞാൽ മെയിൻ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാട്ടിലൂടെ ഡ്രൈവിംഗ് ആണ്. അങ്ങനെ നമ്മൾ തിരിച്ച് നേരെ ആദ്യം വന്ന റോഡിലേക്ക് തന്നെ ചാടി. നമ്മളിനി ഇവിടുന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ നേരെ വടാട്ടുപാറയ്ക്ക് പിന്നെയും പോകും. അതിങ്ങനെ ഒരു റൗണ്ടായിട്ട് നമ്മൾ ചുറ്റി കയറി വന്നാണ്. അങ്ങനെ ഇന്നത്തെ ഭൂത്താൻകെട്ട് കൂടി വടാട്ടുപാറയ്ക്കുള്ള യാത്ര അവസാനിച്ചു. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.